ഹായ്. അപ്പം ഗ്രീൻ സൈഫർ മാർക്കറ്റ് ഹിങ്കാൻവെല്ലിലാണ് നമ്മൾ പിന്നെയും ഉള്ളത്. അപ്പം നമ്മൾ കുറേ ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ ആളുകളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫുഡ്സ് ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം അല്ലേ, ആരെങ്കിലും ആൻസർ പറയുമോ? നമുക്ക് മനോഹരമായ ഗ്രീൻ സൈഫർമാർ നൽകുന്ന ഒരുപാട് സമ്മാനങ്ങൾ നമ്മുടെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം അല്ലേ ആരൊക്കെ വരും നമ്മുടെ സമ്മാനങ്ങൾക്ക് വേണ്ടിയിട്ട്. ലോറൽ ഗാർഡനിൽ എപ്പോഴുമുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും പ്രോഗ്രാംസാണ്, ഓൾ ടൈം പ്രോഗ്രാംസാണ്. അത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പം നമ്മുടെ ഷെമി കിച്ചൺസിൻ്റെ പ്രോഗ്രാംസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ വായിൽ അത്രയും രുചിയൂറുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ നിൽക്കുകയാണ്, വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ സ്വന്തം ഇത്തയോടൊന്ന് ചോദിക്കാമല്ലേ, എന്തൊക്കെ ഐറ്റംസ് ആണ് ഇത്ത ഇവിടെ ഉള്ളത്? നല്ല തലശ്ശേരി കല്ലമ്മക്കായ ഉണ്ട്, പിന്നെ ഇത് ചെക്ക പൊട്ടി തെറിച്ചുണ്ട്, വെറൈറ്റി ആണ്, അടിപൊളി സ്നാക്കാണ്. ഇത് ചിക്കൻ റോളുണ്ട്, വെട്ടിപ്പത്തിരിണ്ട്, പഴമയുടെ പുതുമ ഇറക്കുന്ന ഒരു പത്തിരാണിത്. ഇത് സ്പെഷ്യൽ കബാബ്, അവരെ ഇവിടുത്തെ മസ്റ്റ് ട്രൈ ഒരു കബാബാണ്. ഇത് ചിക്കൻ എന്താണ് അതിന് എന്ത് കബാബ്? ഫില്ലിങ് ബീഫും എഗ്ഗും രണ്ടും കൂടി മിക്സിങ്. ഇത് ഷവർമ ബോക്സ് ആണ്. പിന്നെ ഇത് പ്രോൺസ് ഉണ്ട, നമ്മളെ പഴയ മാതിരി ഒരു സ്നാക്സ്, പഴയ നമ്മുടെ എന്ന് പറയുന്നത് അല്ലേ? ഇത് നമ്മുടെ കായ്പോള. ഇത് ചിക്കൻ റാപ്പ്, നല്ല മക്രോണി ഉണ്ട്, കയ്യാറായി. അതിൻ്റെ കൂടെ കുറച്ച് അച്ചാറുകളും ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് കാണിക്കേണ്ടി വരും. കുറച്ച് അച്ചാർ പ്രേമികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ അല്ലേ? അച്ചാർ പ്രേമികളൊക്കെ ഉണ്ട്. ഇത് നല്ല ചക്ക വണ്ടി, ഇത് 1 ബോക്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇതെന്താണ് ചക്ക വണ്ടിയ ചക്ക വണ്ടിയ 11 ഐറ്റംസ് ആണ്. സ്വീറ്റ് ആണോ, മധുരമുള്ളതാണ്? വെള്ളത്തിനെ കൂടെ ഉണ്ടാക്കിയ ചക്ക വരട്ടിയ. സാമ്പിള് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പാഴ്സലായിട്ട് മേടിച്ചോളൂ എന്നറിയാം. ഇത് ഫസ്റ്റ് വരും. ഇല്ല, ഫസ്റ്റ് ടൈം ആണോ ഇവിടെ ഇങ്ങനെ ഒരു ചെയ്യുന്നത്? ഷെമി കിച്ചന്റെ കൂടെ തന്നെയാണോ വരുന്നത്? ഷെമി കിച്ചൻ ഇതില് അറിയപ്പെടുന്ന ഒരാളാണ് ഇതിന്റെ ഓണർ. ഇതിൽ ഞാൻ പിന്നെ അവരുടെ ഹെൽപ്പറാണ്. ഇതിന്റെ മെയിൻ ഫുഡ് എന്ന് വെച്ചാല് നമ്മുടെ ബിരിയാണി, മാതൃഭൂമി ബിരിയാണി ചലഞ്ചില് 5th റണ്ണറപ്പാണ്. ഞാനല്ല, എൻ്റെ ഫ്രണ്ട്, അവരിവിടെ മത്സരത്തിനുണ്ട്. അപ്പൊ അവർക്കൊരു സഹായത്തിന് വേണ്ടി ഞാൻ നിന്ന്. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ ഇതായിട്ട് നോക്കി. നെക്സ്റ്റ് ടൈം ഞാനും ഫസ്റ്റ് തന്നെ ആവുന്ന തോന്നുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ ഇന്ന് അവര് മത്സരം ഉണ്ട്. ഇന്നലെ പായസത്തിന് കിട്ടിയിട്ടുണ്ട് അവർക്ക്. നിങ്ങളുടെ സ്പെഷ്യൽ എന്താണ്? ഫുഡിൽ എന്താണ് നിങ്ങളുടെ സ്പെഷ്യൽ? അവര് തന്നെ മൊത്തത്തിൽ അവര് തന്നെ. ഞാനൊരു ഫ്രണ്ടായി ഇവിടെ നിന്നെന്ന് മാത്രമേ ഉള്ളൂ. അവർ തന്നെ, അവർ നല്ല അടിപൊളി കുക്കാണ്. കാറ്ററിംഗ് എല്ലാം ചെയ്യുന്നത്, ഇവനും കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. ഇവിടെ എങ്ങനെയുണ്ട് ബിസിനസ്? എങ്ങനെയുണ്ട് ഇതായിട്ട്? അടിപൊളി, നല്ല കോഡ്, നല്ല അടിപൊളി ആൾക്കാർ, ക്രൗഡ് അടിപൊളി ക്രൗഡ്. പിന്നീട് ആംബിയൻസ് എല്ലാം സൂപ്പർ ആയതുകൊണ്ട് നല്ല ക്രൗഡ് ഉണ്ട്. ഈ ഒരു ഓഡിറ്റോറിയം അല്ലെങ്കിൽ ലോറൽ ഗാർഡൻസിനെ കുറിച്ച് എന്താണ്? നല്ല അഭിപ്രായം. എന്തുകൊണ്ട് എല്ലാവർക്കും ഇവിടെ വന്ന് എന്തായാലും കല്യാണം ഏത് ഫംഗ്ഷൻ ആയാലും നല്ല മാനേജ്മെന്റ്, ഇവിടുത്തെ നല്ല സൂപ്പർ മാനേജ്മെന്റ്. എന്തുണ്ടെങ്കിലും ചോദിച്ച് അവർ അന്നേരം തന്നെ ഡീൽ ചെയ്യുന്നുണ്ട്. സൂപ്പർ മാനേജ്മെന്റ്. ലോറൽ ഗാർഡനെ പറ്റി ഒരു രക്ഷയില്ല, അടിപൊളി. ആയിക്കോട്ടെ, നെക്സ്റ്റ് ടൈം നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ഫുഡുമായിട്ട് നമ്മൾ കണ്ണൂരിൽ നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ഫുഡായിട്ട് വരും. റെഡിയാണോ? അപ്പേ ഞങ്ങളൊരു 3 ചോദ്യം ചോദിക്കും. അതിലൊരു രണ്ടെണ്ണത്തിന് ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് വരും. റെഡിയാണോ? ഒന്ന് പേര് പറഞ്ഞില്ല. പേര് റുജീവ, എൻ്റെ സ്ഥലം അയ്യൂര്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാൻ, എൻ്റെ ഉമ്മ ഉണ്ട്, പിന്നെ 2 മക്കളുണ്ട്. ഉമ്മയുടെ പേരെന്ന് പറയാം? നസീമ. ഉമ്മ ഇവിടെ ഇത് സഹായിക്കാൻ വേണ്ടി വന്നതാണ്. എങ്ങനെയുണ്ട് മോളുടെ ഈ ഒരു സംഭവം? അടിപൊളിയാണ്, ഹാപ്പിയാണ്. ഇത് ഫസ്റ്റ് ഈ വർഷമാണോ വരുന്നത്? ഇതിനു മുമ്പേ വന്നിട്ടുണ്ടോ? ഇത് കുറെ പ്രൈസെല്ലാം കിട്ടിയാണ് ഷമീമ. ഓ, എല്ലാ സ്ഥലത്തും എറണാകുളത്ത് വരെ പ്രൈസെല്ലാം കിട്ടി. അതെയോ? ഓക്കെ, ഒരുപാട് സന്തോഷം. അപ്പൊ ചെറിയൊരു 2-3 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? 2 പേരും ചോദിക്കാം. ആരുടെ ചോദിക്കട്ടെ? പറഞ്ഞോ, വേഗം പറ. ഒന്ന് ഇപ്പം ജസ്റ്റ് നമ്മുടെ ഇലക്ഷനെല്ലാം കഴിഞ്ഞ് വോട്ട് ചെയ്തായിരുന്നു, കൈ കാണിച്ചു. അതെല്ലാം പോയില്ലേ? വെറുതെ ജസ്റ്റ് ചോദിച്ചോണ്ടേ, നമ്മുടെ കേരള മുഖ്യമന്ത്രിനെ അറിയാലോ? തമിഴ്നാടും അറിയാം. എന്നാ കർണാടക എന്ന് പറഞ്ഞേ?
അറിയില്ല. കർണാടക ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ അടുത്തല്ലേ, നമ്മൾ കൊടകൊക്കെ പോവാണ്ട്, കൂർഗിലൊക്കെ പോകാറുണ്ടോ? കൊടകിൽ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. അതെ, കൂർഗിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് പറയും. ഗോൾഡൻ ടെമ്പിൾ എന്താണ് ഏറ്റവും ഇഷ്ടം? ഗോൾഡൻ ടെമ്പിൾ പോയിട്ടുണ്ട്. ഗോൾഡൻ ടെമ്പിൾ പോയിട്ടുണ്ട്. ഞാൻ കൊറോണന് മുന്നേ പോയത്. അതെയോ? പിന്നെ അവിടെ ദുബൈയുടെ എലഫന്റ് പാർക്കിൽ പോയിട്ടുണ്ടോ? കുറേ പോയിട്ടുണ്ട്. നല്ല നല്ല പ്ലേസാണ്, നല്ല അടിപൊളി സംഭവമാണ്. നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ പോകണമെന്ന് പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം പറ ഒന്ന് കർണാടകത്തിലെ ട്രൈ ചെയ്തോ? എനിക്കറിയില്ല. കുഴപ്പമില്ല, അത് ഓക്കെ. അപ്പം ജസ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് 2 എണ്ണത്തിന് ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനോഹരമായ ഒരു സമ്മാനമാണ്. ഓക്കെ. ഈ ബാങ്കിലൊക്കെ നല്ല നിക്ഷേപം ഉണ്ടാവല്ലേ? ബാങ്ക് അക്കൗണ്ട് ഒക്കെ അപ്പം ഈ IFSC ഒക്കെ ബാങ്കിൽ അക്കൗണ്ട് അറിയോ? IFSCയുടെ ഫുൾ ഫോം അറിയാം? സിമ്പിളാണ്. ഹലോ, ഒരു നാടിൻ്റെ നമ്മളെ വരട്ടെ നല്ല വൈറലാക്കരുത്. നിങ്ങൾ വയറിലാണ് പറയുന്നത്. വൈറലാക്കരുത്. ഡീറ്റെയിലായിട്ട് അറിയില്ല. അല്ല, നിങ്ങൾ തലശ്ശേരി ഇവിടെ അല്ലേ? ഞാൻ ചെറിയ ഒരു പാടില്ല. ഞാൻ പാട്ട് പാടാം, ഞാൻ ഡാൻസ് കളിക്കും. ഉമ്മ പാടും. പാടാറില്ല. എനിവേ, താങ്ക് യു. വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. ബൈ. ഇനിയും വരണം, കാണണം. അപ്പം നമ്മൾ വീണ്ടും ലോറൽ ഗാർഡൻസ് തന്നെയാണുള്ളത്. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ടീമിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞു. അവർ ജസ്റ്റ് നല്ല രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ജസ്റ്റ് ചെറിയൊരു ഇതിൻ്റെ പുറത്ത് ആൻസർ കിട്ടിയിട്ടില്ല. നമുക്ക് അടുത്ത സ്റ്റാളിലേക്ക് പോകാം അല്ലേ? ഒന്ന് പേര് പറയുക. ഫാത്തിമ. നസ്രിയ. എന്തൊക്കെയാണ് ഇവിടെ സ്പെഷ്യൽസ്? കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, ഒന്ന് പറയോ? കല്ലുമ്മക്കായി, ഉന്നക്കായി, സമൂസ, ചാട്ട് ഐറ്റംസ്, കത്തുപാട്ട്, ഫ്രൂട്ട് ചാട്ട്. ഏതാണ് ഒന്നുകൂടി? കത്തുപാട്ട്. അത് മനസ്സിലായില്ല, അതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഫ്രൂട്ട് ചാട്ട് ഇപ്പത്തെ ട്രെൻഡിങ് ഇല്ലേ? കത്ത് പാട്ട് എന്നാണ് അതിന് പേര് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇല്ല, ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് മസാല ഇട്ടിട്ടുള്ള. അതിന് കത്ത് പാട്ട് എന്നാണ് പേര് വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അത് നമ്മൾ കത്ത് പാട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പഴംപരി ബീഫ് ഉണ്ട്. അത് കുറെ കാലം മുമ്പ് ട്രെൻഡ് ആയിരുന്നു. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ഇത്? ഫസ്റ്റ് ഇയർ ആണോ ഇവിടെ വരുന്നത്? ഫസ്റ്റ് ഇയർ ആണോ? ഫസ്റ്റ് ടൈം ആണ്. എങ്ങനെയുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ? കസ്റ്റമേഴ്സും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? എവിടെയാണ് സ്ഥലം? എവിടെയാണ് ശരിക്കും? ഇവിടെ തന്നെയാണ്, ഇവിടെ അടുത്ത് തന്നെയാണ് ശരിക്കും. ഇനി അടുത്ത വർഷങ്ങളിലും ഇതൊരു പ്ലാൻ ചെയ്തിട്ട് വരും അല്ലേ? പ്ലാൻ ചെയ്തിട്ട് വരും. ഞങ്ങൾക്ക് വേണ്ടിയില്ലേ ഈ തലശ്ശേരിക്കാരെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വരുന്നൊരു സംഭവമുണ്ട്. കുറച്ച് പാട്ടൊക്കെ പാടും, കുറച്ച് മൈലാഞ്ചി ഇടും, കുറച്ച് ഇതൊക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മൈൻഡിൽ വരാറുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ചെറിയൊരു പാട്ട് പാടും. രണ്ടുപേരും കൂടെ ഒന്ന് പാട്ട് വരും. ഇങ്ങോട്ട് വരും. ഇങ്ങോട്ടൊരു ഗായകനെ ഇവിടെ വരുത്തട്ടെ. വരും, ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുമെന്ന് പറഞ്ഞു അല്ലേ? ഒരു പാട്ട്. കാട്ടിലെ കോളാമ്പിപ്പൂക്കൾ നമ്മളെ വിളിച്ചു, കാറ്റുകേറും കാട്ടിലെല്ലാം നമ്മളും കുതിച്ചു, കാലമാമീലഞ്ഞിയെത്ര പൂക്കളെ പൊഴിച്ചു, കാത്തിരിപ്പും മോഹവും പിന്നെങ്ങനെ പിഴച്ചു. വാവ്, അടിപൊളി അല്ലേ? ഒരു കയ്യടി കൊടുക്ക്. ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ ഇത് പഴയ കാലത്തുള്ള ഒരു ഐറ്റംസ് ആണ്. പഴയ തറവാടുകളുടെ അതൊന്ന് കാണിച്ചു കൊടുക്കാം. അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇതെന്താണ് ശരിക്കും? എന്താണ്? ഹെൽത്തി ഫുഡാണ്, തോരയാണ്, മധുരമാണ് സംഭവം. ഇതിനകത്ത് എന്തൊക്കെയാണ്? ഇത് പഴം ഉണ്ട്, പിന്നെ കുറേ ഉണ്ട്, തേങ്ങ, ശർക്കര. വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഇത് ബോംബെ സ്ട്രീറ്റ് ഫുഡാണ്. എടുക്കണ്ട. ഓക്കെ ഓക്കെ. എല്ലാം വെറൈറ്റി ഫുഡ് തന്നെയാണ് വരുന്നത്. ഞങ്ങളില്ലേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 3 ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. 3-ൽ 2 ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനോഹരമായ ഗിഫ്റ്റ് ഉണ്ട്. റെഡിയാണോ?
നിങ്ങളും കൂടെ വാ, ഇവിടെ പോയോ? ആ വാ. നമ്മുടെ ഇലക്ഷനെല്ലാം കഴിഞ്ഞ് അറിയാലോ, വോട്ട് ചെയ്തിട്ടുണ്ടോ? ഒരാളുടെ കയ്യിലും കാണുന്നില്ല, നോക്കട്ടെ. ആ ഇവിടെ ഉണ്ട്. നമ്മുടെ കേരള മുഖ്യമന്ത്രി ആരാന്നറിയോ? തമിഴ്നാട് ആരാ? ആ ആ അപ്പൊ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, കർണാടക മുഖ്യമന്ത്രി ആരാ? സിമ്പിൾ. കർണാടക മുഖ്യമന്ത്രി ആരാ? സിമ്പിൾ അല്ലേ? സിദ്ധരാമയ്യ. യാ കണ്ടോ, ഇത് ടീം തന്നെയാണോ, ഒന്നിച്ചിട്ടാണോ? ആ ഓക്കെ, ഫസ്റ്റ് ആൻസർ അല്ലേ, മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. സപ്പോർട്ടാണ്. ആരാ ഇത് പറ? അനിയനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. IFSC ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഇല്ലേ? ആ അപ്പം IFSC എന്ന് കേട്ടിട്ടില്ലേ? IFSCയുടെ ഫുൾ ഫോം എന്ന് പറയും. സിമ്പിളാണ്. അറിയില്ല. പറ എന്താ നോക്കട്ടെ. ഓ അങ്ങൊന്നും എത്തല്ല, അവിടുന്ന് അവര് ഓടിക്കും നിങ്ങളാ. അടുത്തുള്ള എന്തെങ്കിലേക്ക് വാ അല്ലേ. പറ ഒന്നും കൂടെ നോക്ക്. ഇന്റർനാഷണൽ അല്ലെങ്കിൽ പിന്നെ മൾട്ടിനാഷണൽ ആയിരിക്കും. പറ ഏത് നാഷണലാ? പറ. പേര് പറ. ആ നിന്റെ പേരോ? സമീൻ. അപ്പം ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ആദ്യം ഒരു പാട്ട് പാടും, എന്നിട്ട് മാത്രമേ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളൂ. പറ ആര്? വാ രണ്ടുപേരും വാ, ഇങ്ങോട്ട് വാ. എന്താ മടിച്ചിരിക്കുന്നു? ഇങ്ങോട്ട് വാ, മടിച്ചു നിൽക്കല്ലേ, ഇങ്ങോട്ട് വാ, പാട്. ആ पिया है गोरे पिया है गोरे पिया ताना बाना बुनती हवा है बुनती हवा बूढ़े भी तो आए नहीं बाज यहाँ. അടിപൊളി അല്ലേ? ഒരു കയ്യടി കൊടുക്കുക, അതിനൊരു കയ്യടി കൊടുക്കാൻ എന്താ എല്ലാവർക്കും മതി. ഓക്കെ, മനോഹരമായി തന്നെ പാടി അല്ലേ. ഇതാരാണ് ശരിക്കും? ഗായികയാണ്. ഏതാ പാട്ട്? നമ്മൾ കാക്ക കൂടെ ഇവിടെ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, പാടിക്കോ. कभी कभी मेरे दिल में ख्याल आता है कि जैसे तुझको बनाया गया है मेरे लिए. അടിപൊളിയായിട്ട് പാടിയിട്ട് എന്നിട്ടാണ് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞേ അല്ലേ? ആ അപ്പം നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുണ്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇവിടെ. വാ. അപ്പൊ IFSC നോക്കരുത്, ഇത് നോക്കരുത്, മൊബൈൽ നോക്കരുത്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് കറക്റ്റ് ആണ്. അപ്പൊ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് അത് കറക്റ്റ് ആണ്. ഓക്കെ, IFSC എന്നുള്ളത് കറക്റ്റ് ആൻസർ ആണ്. ഇത് എവിടെ നിന്ന് പഠിച്ചത് ശരിക്കും? BBA പഠിക്കുന്നത്. ശരിക്കും BBA എന്നാണോ മൊബൈലിൽ നിന്നാണോ? സത്യം പറ. ഈ പാട്ട് ശരിക്കും എവിടെയാണ് BBA പഠിക്കുന്നത്? മാഹി കോപ്പറേറ്റീവ് കോളേജിൽ. ഈ സോങ്സ് അല്ലെങ്കിൽ കവിത അല്ലെങ്കിൽ സംഗീതം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? കൊണ്ടുപോകുന്നുണ്ട്. ഒരിക്കലും നിർത്തരുത്, മനോഹരമാണ്. അപ്പം ഞാനൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. ഒരു ഫോട്ടോ കാണിക്കാം, ആരാന്ന് പറയാൻ പറ്റും? എല്ലാവരും കൂടെ ഒരു ഫോട്ടോ കാണിക്കാം, അതൊന്ന് ആരാന്ന് പറയാൻ പറ്റുമോ? എല്ലാരും കൂടെ നോക്കേ. ഇവിടെ ഫസ്റ്റ് ആൻസർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഗിഫ്റ്റ് ഇവിടെ കൊടുക്കണം കേട്ടോ. അറിയാം.
ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ. ഫിലിം ഫീൽഡുമായിട്ട് ബന്ധമുണ്ടോ? ഫിലിമുമായിട്ട് ബന്ധമുണ്ടോ? ഫിലിംസ് കാണാറുണ്ടോ? സിനിമകൾ അല്ലല്ല, ഫിലിംസ് കാണാറുണ്ടോ? ഇഷ്ടപ്പെട്ട ആക്ട്രസ് ആരാ? ഇഷ്ടപ്പെട്ട ആക്ട്രസ് ആരാ? ആരാ? നടി ആരാണ്? മഞ്ജു വാര്യർ. ഇതും 2025 ആരും മൊബൈൽ എടുക്കരുത്. 2025 ഒരു ബെസ്റ്റ് ആക്ട്രസ് ആണ്. മൊബൈൽ എടുക്കരുത് കേട്ടോ. 25 ലാസ്റ്റ് നമ്മള് മുത്തുമണി ബെസ്റ്റ് ആക്ട്രസ് എടുക്കരുത്. ആരായിരിക്കും? എനിവേ താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും കാണാം. ബൈ. അപ്പോൾ നമ്മളിന്ന് കുറേ ആളുകളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആർക്കും ആൻസർ പറയാൻ പറ്റില്ല. ഒരു ടെൻഷനും വേണ്ട, ഇനിയും ടൈമുണ്ട്. ഇനി നാളെയുണ്ട്, മറ്റന്നാളുണ്ട്, എല്ലാ ദിവസവും ഞങ്ങൾ ഇവിടത്തൊക്കെ തന്നെ ഉണ്ട്. എനിവേ ഞങ്ങൾ ഇന്നത്തെ ദിവസം ലോറൽ ഗാർഡനോട് വിട പറയുകയാണ്. എനിവേ ബൈ.